ഇതൊക്കെ വ്യാജ വാർത്തകളാണ് സർ. സാർ എന്നെ വിശ്വസിക്കണം. അപ്പോ നീയും ആ മരിച്ച പെൺകുട്ടിയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ പറഞ്ഞു വരുന്നേ? ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അടുപ്പുണ്ടായിരുന്നുള്ളത് സത്യമാ സർ. ആ, പക്ഷെ ആ കുട്ടിയുടെ ആത്മഹത്യയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെന്തിനാ നീ ഇത്രയും കാലം മുങ്ങിയടന്നത്? ഞാൻ ഒളിവിലൊന്നും അല്ലായിരുന്നു. ഇവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാലറി ഉള്ളൊരു ജോബ് കിട്ടിയപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു. അത്രേ ഉള്ളൂ. സർ, ചെയ്യാത്ത തെറ്റാണ് എന്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നോട് ഇങ്ങനെ ചോദിച്ചാ പോരാ. കുറച്ചു കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും. അപ്പോ ഈ രീതിയിലായിരിക്കില്ല നിന്നെ ചോദ്യം ചെയ്യുന്നത്. ഉള്ള സത്യം മര്യാദയ്ക്ക് പറഞ്ഞാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇവിടെ ഇട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കും ഞാൻ. കേട്ടാ ഹരീഷേ? സാർ. ഇവനെ പിടിച്ച് സെല്ലിലിട്ടേക്ക്. സാർ. ആര് വന്നാലും കാണാൻ സമ്മതിക്കണ്ട, കേട്ടല്ലോ? ഓക്കെ സാർ. ഇത്ര നേരമായിട്ടും ധനുഷിനെ കാണാത്ത എന്താ? അവനത് എവിടെ പോയി? അറിയില്ല അച്ഛാ. വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നീ വിഷമിക്കുന്ന മോളെ, ധനുഷിങ് എത്തിക്കോളും. എങ്കിലും വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞ അർച്ചനയും കാണുന്നില്ല. ആരും ടെൻഷൻ ആവണ്ട. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ. സമയത്തിന് എല്ലാവരും ഇങ്ങെത്തും. ഹലോ, അച്ഛാ, ധനുഷിനെ എന്തോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. എന്തിനാ? എന്ത് കേസാ? അതൊന്നും പറഞ്ഞില്ലേ? ഇല്ലച്ചാ, ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്തായാലും നീ തനിച്ചു പോകണ്ട, ഒരു വക്കീലുമായിട്ട് പോയാൽ മതി. ശരി അച്ഛാ. നീ കരയാതെ. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന എന്തെങ്കിലും ചെറിയ കേസായിരിക്കും. നിങ്ങളിവിടെ തന്നെ നിൽക്ക്, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം.
വാ. നിന്നെ ഇതിനകത്ത് ഇങ്ങനെ കാണാൻ അർച്ചനയ്ക്ക് വലിയ മോഹമായിരുന്നു. അവളുടെ ആ വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നത് കൂട്ടുകാരി എന്ന നിലയിൽ എന്റെ കടമയല്ലേ? അത് ഞാൻ ഭംഗിയായി നിർവഹിച്ചു. അർച്ചന, നീ ഹാപ്പിയല്ലേ? സന്തോഷമല്ല ശാലിനി, എനിക്ക് സമാധാനം. നെല്ലിശ്ശേരി കുടുംബത്തെയും അതിലുപരി സ്നേഹയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച എന്റെ സമാധാനം. പറയൂ ധനുഷ്, നീ എന്തുദ്ദേശത്തിലാ ഈ നാട്ടിലേക്ക് വന്നത്? ഇവിടെ ആരാ നിനക്ക് ചെല്ലും ചെലവും തന്ന് തീറ്റിപ്പൊറ്റുന്ന നിന്റെ സ്പോൺസർ? അങ്ങനൊന്നുമില്ല. പത്രത്തിൽ പരസ്യം കണ്ടിട്ടാ ഞാൻ നെല്ലിശ്ശേരി ഗ്രൂപ്പ്സിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ നാട്ടിലോട്ട് വന്നത്. നിന്റെ ശരിക്കുള്ള പേര് ധനുഷ് എന്നല്ലല്ലോ, വേറെന്തോ അല്ലേ? എന്താ അല്ലേ? എനിക്കാകെ ഒരു പേരേ ഉള്ളൂ, അത് ധനുഷ് എന്നാ. നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ കഥയൊന്നും എന്റെ തലയിൽ വെച്ച് കെട്ടണ്ട. ഇനി എന്നെ എത്ര തല്ലിയാലും ഞാനത് സമ്മതിക്കാൻ പോകുന്നില്ല. മതി നിന്റെ പ്രസംഗം. ഇതിനകത്ത് കിടന്ന് നീ നാടകം കളിച്ച് എല്ലാവരെയും വീണ്ടും പറ്റിക്കാനാ ഭാവമെങ്കിൽ അത് നീ നിന്റെ മനസ്സിൽ തന്നെ വെച്ചേക്കെ. ഇനി ഈ അടുത്ത കാലത്തൊന്നും പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിൽ നിന്നെ സർക്കാർ ചെലവിൽ താമസിപ്പിക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് നീ ചെയ്തതും ചെയ്യാനിരുന്നതും അങ്ങനെ എന്തൊക്കെ രഹസ്യങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ ഉള്ളവര് നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് നിയമം വിധിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങിച്ചോണം. അതല്ല ഇനിയും നീ മാന്യൻ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ. ഇത് നീ ഇത്രയും നാള് കണ്ട് നിന്റെ വലയിൽ വീഴുന്ന പെമ്പിള്ളാര് പറയുന്നത് പോലെയല്ല, ശാലിനി പറയുന്ന വാക്ക. ശാരദാമ്മയുടെ മകൾ കളക്ടർ ശാലിനി പറയുന്ന വാക്ക്. ഇനി ഈ കേസിൽ നിന്ന് നിന്റെ പഴയ പോലത്തെ എന്തെങ്കിലും വിദ്യ ഉപയോഗിച്ച് നീ പുറത്ത് വരികയാണെങ്കിൽ അപ്പോഴും നിനക്കെതിരായി ഈ അർച്ചന ഉണ്ടാവും. അത് നീ മറക്കണ്ട. അർച്ചന മാത്രമല്ല, കൂടെ ഈ ശാലിനി. FIR എഴുതിയോ? ഇല്ല മാഡം. ആൾമാറാട്ടം, കൊലപാതക ശ്രമം, അങ്ങനെ അവൻ ചെയ്ത എല്ലാ തെറ്റുകളും കൃത്യമായി ഉൾപ്പെടുത്തി ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാവണം FIR എഴുതേണ്ടത്. ശരി മാഡം. ആ, ഇത് ഞാനിവിടെ വന്ന് നേരിട്ട് പറയണമെങ്കിൽ അറിയാലോ എനിക്കിത് എത്രമാത്രം വേണ്ടപ്പെട്ട കേസാണെന്ന്. മനസ്സിലായി മാഡം. അർച്ചന വാ. സർ, സാർ കളക്ടർ കുറച്ച് മുമ്പ് വന്നിട്ട് പോയതേ ഉള്ളൂ.
ഞാൻ പ്രതീക്ഷിച്ചു. പെട്ടെന്ന് കയറി വന്നോ? ജാമ്യം കിട്ടാത്ത രീതിയിലാവണം FIR എഴുതേണ്ടതെന്ന് പറഞ്ഞു. കളക്ടർ പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാറേ. അത് നേരിട്ട് വന്ന് പറഞ്ഞത്. അതുകൊണ്ട് സാർ ഇത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുക. ഞാൻ ഇറങ്ങുവാ, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ശരി. ആ ശരി. ആ ശരി സാർ, അതുപോലെ ചെയ്യാം. ഓക്കെ സാർ. സർ, നന്ദൻ എന്ന് പറഞ്ഞ ഒരാളും ഒരു വക്കീലും വന്നിട്ടുണ്ട്. വരാൻ പറയും. ശരി സർ. ഇരിക്കൂ. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ധനുഷിനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണ് ഞങ്ങൾ. അങ്ങനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റിയ കേസല്ലല്ലോ വക്കീലെ. സർ പ്ലീസ്, അങ്ങനെ പറയരുത്. നിങ്ങളാരാ? എൻ്റെ പേര് നന്ദകുമാർ, നെല്ലിശ്ശേരി ഗ്രൂപ്പ്സിൻ്റെ ചെയർമാനാണ്. ഇന്ന് എൻ്റെ പെങ്ങളുടെയും ഈ ധനുഷിൻ്റെയും വിവാഹ നിശ്ചയമായിരുന്നു. ഈ ഒരു സംഭവം കാരണം ഇപ്പോൾ അത് മുടങ്ങി നിൽക്കുക. എങ്ങനെയെങ്കിലും ജാമ്യം ഒന്ന് അനുവദിച്ചു തരണം, ഇല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർന്നു പോകും സാർ. മിസ്റ്റർ നന്ദകുമാർ, നിങ്ങളുടെ അനിയത്തിയുടെ ജീവിതം ഈ നിശ്ചയം മുടങ്ങുന്നതോടെ രക്ഷപ്പെടുകയുള്ളൂ. എന്താ അവനെതിരെയുള്ള കേസ് നിങ്ങൾക്കറിയോ? ആൾമാറാട്ടം. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടി. അതും പോരാഞ്ഞിട്ട് ആ ഓഫീസിൽ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസും കൂടെ ഉണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ സ്റ്റേഷനിൽ അന്നേ പരാതി കൊടുത്തിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോ അവിടെ നിന്ന് അവൻ മുങ്ങി. പിന്നെ കുറച്ചു നാൾക്ക് ശേഷം പൊങ്ങിയത് ഇവിടെയാണ്, അതും പുതിയൊരാളായി. ഇങ്ങനെയുള്ളൊരു ക്രിമിനലിന് എങ്ങനെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റും? എന്നിട്ട് ഈ കുറ്റം അയാൾ സമ്മതിച്ചോ? ഇതുവരെ സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സാഹചര്യ തെളിവുകളെല്ലാം അവനെതിരാ. പിന്നെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ഡിസ്ട്രിക്ട് കളക്ടർ നേരിട്ട് ഇടപെട്ട ഇവനെ അറസ്റ്റ് ചെയ്യിച്ചത്. ജാമ്യം കിട്ടാത്ത വകുപ്പിൽ FIR എഴുതണമെന്നാണ് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാളെ കോടതിയിലോ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിലോ ഇവനെ ഹാജരാക്കും. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജാമ്യത്തിന് ശ്രമിക്കാം. കളക്ടർ എന്ന് പറയുമ്പോൾ ശാലിനിയാണോ? അതെ, അവർ തന്നെ. ഒന്നാമത് അവര് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളല്ല. അവര് പറയുന്നതിനപ്പുറം നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്താൽ ഇനിയുള്ള ജീവിതം തൊപ്പിയുടെ പുറകെ ഓടാനേ സമയം കിട്ടൂ. അതുകൊണ്ട് അവര് പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റൂ. സാർ, ഏതൊക്കെ വകുപ്പുകളായിരിക്കും എഴുതുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. വേണ്ട വക്കീലെ, എനിക്ക് മനസ്സിലായി ഇത് ഏത് വഴിക്ക് വന്ന കേസാണെന്നും ധനുഷിനി പറഞ്ഞ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും. കേസിന്റെ തീർപ്പ് കോടതിയിലല്ല സർ, നെല്ലിശ്ശേരി എന്നെൻ്റെ വീട്ടിലാണ്. സർ, റിക്വസ്റ്റ് ഉണ്ട്. ധനുഷിനോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സോറി മിസ്റ്റർ നന്ദൻ, കോടതിയിൽ ഹാജരാക്കുന്നതുവരെ പ്രതിയെ ആരെയും കാണിക്കാൻ പറ്റില്ല.
ഏട്ടാ, ധനുഷ് എവിടെ? ധനുഷ് കൂടെ വന്നില്ലേ? അവനെ വിട്ടില്ലേ? ഏട്ടൻ അവരോട് പറഞ്ഞില്ലേ ധനുഷ് അങ്ങനെയുള്ള ഒരാളല്ലെന്ന്? എന്താടാ, എന്താ സംഭവം? അച്ഛാ, കാര്യങ്ങള് നമ്മൾ കരുതിയതുപോലെയൊന്നും അല്ല. ജാമ്യമില്ലാത്ത വകുപ്പിനാ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അവനെ ഒന്ന് കാണാൻ പോലും അവരനുവദിച്ചില്ല. അത്രയും വലിയ കുറ്റം എന്താ അയാൾ ചെയ്തത്? ആൾമാറാട്ട കേസാ. അതിൻ്റെ കൂടെ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസും കൂടിയുണ്ട്. ഇതിൻ്റെ പുറകിൽ പോലീസിന് വലിയൊരു അജണ്ട ഉണ്ടച്ചാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ അർച്ചനയാണ്. ആ കളക്ടർ ശാലിനിയും അർച്ചനയും സ്റ്റേഷനിൽ ചെന്ന് ധനുഷിനോട് നേരിട്ട് സംസാരിച്ചെന്നു. ജാമ്യമില്ലാത്ത വകുപ്പിൽ എഫ്ഐആർ ഇടാൻ ശാലിനി അവരോട് ആവശ്യപ്പെട്ടത്. ധനുഷ് അങ്ങനെയുള്ള ഒരാളല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതെല്ലാം അവർ കെട്ടിച്ചമച്ച് പാവം ധനുഷിന്റെ പേരിൽ വെച്ചതാ. എനിക്കറിയായിരുന്നു അവസാനം ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ച് അർച്ചന നിശ്ചയം മുടക്കൂന്ന്. അവളുടെ വാശി ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവളാ അർച്ചന. കൂട്ടുകാരിയോടൊപ്പം ചേർന്ന് വളരെ ഈസിയായി വിവാഹം മുടക്കി. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഈ കുടുംബത്തെ ദ്രോഹിക്കുന്നത് അവള് തന്നെയാണെന്ന്? ചേച്ചി എന്ത് ഉറപ്പ് വെച്ചിട്ടാ ഈ പറയുന്നത്? കളക്ടർ പറഞ്ഞാൽ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യും ഒരാളെ. ധനുഷ് ഇതൊക്കെ ചെയ്തു കാണും. പ്രതിയെ പിടിക്കാൻ കളക്ടർ സഹായിച്ചു കാണില്ലേ? അതിനപ്പുറം ഇതിലൊന്നുമില്ല. ഇനി എന്റെ ധനുഷിനെ പറ്റി വേണ്ടതിനും പറഞ്ഞാലുണ്ടല്ലോ. നീ എന്താ പറഞ്ഞേ? ധനുഷ് പ്രതിയാണെന്നോ? ആരൊക്കെ ധനുഷിന് കുറ്റം പറഞ്ഞാലും അവൻ അങ്ങനെ ഒരാളല്ലെന്ന് എനിക്കറിയാം. അർച്ചനെടുത്ത് ഇത് മനഃപൂർവ്വം ചെയ്തതാ. എങ്ങനെ ഈ വിവാഹം മുടക്കുമെന്ന് അവരെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അത് പക്ഷെ ഇങ്ങനെ ചതിയിലൂടെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. പാവം എന്റെ ധനുഷ്. എന്നെ സ്നേഹിച്ചു എന്നൊരൊറ്റ തെറ്റു മാത്രം അവൻ ചെയ്തുള്ളൂ. അതിന് അവനിപ്പോ അനുഭവിക്കുന്നത്. ഇതാണോ അച്ഛനും ഏട്ടനും എനിക്ക് വാക്കുന്നത്? എന്ന് വന്നാൽ അവൻ എനിക്ക് തരുമെന്ന്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ പറ. ഞാൻ ധനുഷിനെ മറക്കണോ? അങ്ങനെ മറക്കാനാണ് നിങ്ങൾ പറയുന്നെങ്കിൽ മറക്കാനെന്നല്ല പറയണ്ടേ, മരിക്കണമെന്നാ. മറക്കണമെന്ന് മാത്രം പറയരുത്. മോളെ, നീ ഇങ്ങനൊന്നും ഞങ്ങളോട് പറയരുത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ധനുഷ് തെറ്റുകാരനല്ലെന്ന് നമുക്കൊക്കെ അറിയാം. ഏത് കള്ളക്കേസ് കുടുക്കിയാലും അവനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ധനുഷിന്റെ കാര്യം മാത്രമേ ഇപ്പോഴും ഇവിടെ എല്ലാരും പറയുന്നുള്ളൂ. അതിന്റെ കാരണക്കാരി ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. അവളുടെ ആഗ്രഹം നടന്ന സന്തോഷത്തിൽ ആഹ്ലാദിച്ച് നടക്കാവും. അതിനൊക്കെ വാലുപോലൊരു ഭർത്താവും. ഈ കുടുംബത്തെ മൊത്തം കണ്ണീരിലാഴ്ത്തിയ അവളെ ഇനി ഈ വീട്ടിൽ കയറ്റേ ചെയ്യരുത്. ഇന്ന് നോക്കിക്കോ, അവൾ ഇവിടേക്ക് വരില്ല. ഇന്ന് അവളുടെ വീട്ടിലായിരിക്കും. അവിടെ ആയിരിക്കും ആഘോഷം.
നീ വിഷമിക്കണ്ട മോളെ. നിന്റെ ഈ കണ്ണീര് ഏട്ടത്തിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. എന്ത് ചെയ്തിട്ടായാലും ധനുഷിനെ ഞാൻ പുറത്തു കൊണ്ടുവരും. നാളെ ഈ സമയത്ത് ധനുഷ് നിന്റെ മുമ്പിലുണ്ടാവും. ഇത് എന്റെ മോക്ക് ഏട്ടത്തി തരുന്ന വാക്കാ.